രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങളുടെ അല്ലെങ്കിൽ സാധ്യതകളുടെ ഒരു കലയാണ്. ആ കല നന്നായി അറിയാവുന്ന നല്ല ഒരു കളിക്കാരനാണ് താനെന്ന് അമിത്ഷാ വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ബീഹാർ ഓപ്പറേഷനിലൂടെ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കർപ്പൂരി ഠാക്കൂറിന്റെ ഒരു ഭാരതരത്ന പ്രഖ്യാപനം അത് സാന്ദർഭികമായി സംഭവിച്ചതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കൃത്യമായ ചുവടുവയ്പ്പായിരുന്നു. ആ ചുവടുവയ്പ്പിൽ നിതീഷ് കുമാറിനെ കൂടെ കൂട്ടുന്നു. ഇപ്പുറത്ത് പാറ്റ്നയിൽ നിന്ന് തുടങ്ങിയതിന് പാറ്റ്നയിൽ തന്നെ അന്ത്യം കുറിക്കുകയാണ് അമിത്ഷാ. അത് ഞായറാഴ്ച സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം. നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ പാറ്റ്നയിൽ നിതീഷ് കുമാർ ഒരറ്റത്ത് നിന്ന് തുന്നി തുടങ്ങിയതാണ്. അതൊരു കുപ്പായത്തിന്റെ രൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് വലിച്ചു കീറുകയാണ് അമിത്ഷാ. ആ കുപ്പായം ഇനി പഴയപടി ഉപയോഗിക്കാൻ പറ്റില്ല. അതിനി മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും മല്ലികാർജ്ജുൻ ഖർഗെയും സാക്ഷാൽ രാഹുൽ ഗാന്ധിയും എല്ലാം ചേർന്ന് റീവർക്ക് ചെയ്താലും അതിൽ ആ പാച്ച് വർക്ക് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന മട്ടിലേക്ക് ഇന്ത്യ മുന്നണി പോകാൻ പോകുന്നു എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ആ ഏച്ചുകെട്ടി വെച്ചിരിക്കുന്ന മുന്നണിക്ക് NDA പോലെ ഒരു സംവിധാനത്തോട് ഇനി മത്സരിച്ച് ജയിക്കണമെങ്കിൽ അതിന് മുന്നിലുള്ള സമയമെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നിതീഷ് കുമാറിന് പോലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു മുന്നണി സംവിധാനമാണ് ഇത് എന്ന നറേറ്റീവാണ് കൃത്യമായി അമിത്ഷാ അവിടെ സെറ്റ് ചെയ്യുന്നത്. മുന്നണി ഉണ്ടാക്കിയ ആൾക്ക് പോലും അതിൽ വിശ്വാസമില്ലാത്ത സാഹചര്യം അതാണ് എന്നവിടെ പറഞ്ഞു വെക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന മമതാ ബാനർജിയുമായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചാലും ബംഗാളിൽ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയിലേക്ക് പോയാലും ആ ഒരു വിശ്വാസമോ ആ വിശ്വാസത്തിലെ ഒരു ദൃഢതയോ അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീഹാറിൽ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയെക്കുറിച്ചൊക്കെ പറയും, നമ്മൾ അൺറിയൽ എഞ്ചിൻ ഉപയോഗിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു ബീഹാർ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ അൺറിയൽ ആൻഡ് അൺപ്രഡിക്റ്റബിൾ എന്ന സ്റ്റാറ്റസിൽ കൃത്യമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ഒരു ഭാഗത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് 8 JDU MLA-മാരെ അടർത്തിയെടുക്കാനായി നീക്കം തുടങ്ങി. 6 മണിക്കൂർ പിന്നിടുമ്പോൾ 10 കോൺഗ്രസ് MLA-മാർ വിളിച്ചാൽ മതി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് BJP-യെ സമീപിക്കുകയാണ്. അങ്ങനെയുള്ള കൃത്യമായ ഒരു ടാക്ടിക്സിലേക്ക് പോവുകയാണ് അമിത്ഷായും NDA-യും. അപ്പോൾ അതിന് തടയിടാൻ ലാലു പ്രസാദ് യാദവിന്റെ പഴയ തന്ത്രങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ബീഹാർ പൊളിറ്റിക്സ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രഡിക്റ്റബിളായ ഒന്നല്ല, അത് അൺപ്രഡിക്റ്റബിളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിതീഷ് കുമാർ 2 ആഴ്ച മുൻപ് വരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അമിത്ഷായുടെ കൈപിടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിതീഷ് കുമാറിനെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് MLA-മാരും MP-മാരും പാട്നയിലേക്ക് എത്തണം എന്ന് പറയുന്ന നിതീഷ് കുമാറിനെ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കാൻ ഞാനില്ല എന്ന് പറയുന്ന നിതീഷ് കുമാറിനെയാണ് കാണുന്നത്. ആ ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് ഓവർ പെട്ടെന്ന് സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിലാണ് കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം സംഭവിച്ചതിന് ശേഷം ഈ വസ്ത്രത്തിന്റെ കീറൽ നിവർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് പഴയ രീതിയിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇനി ഇറങ്ങി പുറപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നതാണ് വസ്തുത. അജണ്ട നിശ്ചയിച്ചുകൊണ്ടുള്ള ഊഹാപോഹങ്ങൾ എന്നൊക്കെ ഉമേഷ് കുശ്വാഹ പറഞ്ഞതും വിശ്വസിച്ച് കോൺഗ്രസ് ഇനിയും ഇരിക്കുകയാണെങ്കിൽ അവരിപ്പോഴും ആ മൂഢസ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ജിതൻ റാം കൃത്യമായി പറഞ്ഞു, മഹാഗഡ്ബന്ധൻ അത് ബീഹാറിൽ ഇമ്പോസിബിൾ ആണ്, ഇനി ഒരിക്കലും നടക്കില്ല എന്നാണ് പറയുന്നത്. ബീഹാർ അതിർത്തിയിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്ര എത്താൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിനിടയിലൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ റൂട്ട് മാറ്റി വരയ്ക്കേണ്ടി വരും. ബീഹാറിലെ റൂട്ടിൽ കൃത്യമായി ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എത്തുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്ത അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ആർക്കിടെക്റ്റായ നിതീഷ് കുമാർ ഉണ്ടാകില്ല എന്നത് ഉറപ്പിക്കുകയാണ് അമിത്ഷായുടെ ലക്ഷ്യം. അല്ലാതെ ബീഹാറിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടുകയൊന്നുമല്ല. ഭാരത് ജോഡോ ന്യായ യാത്ര അത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ആ യാത്രയ്ക്ക് കൃത്യമായി തിരിച്ചടി നൽകുന്നു. ബംഗാളിലേക്ക് വരുമ്പോൾ മമതയിലൂടെ കൊടുക്കുന്നു. അത് അമിത്ഷാ ഇടപെട്ടിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മമതയുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു മോട്ടീവ് കൂടി അതിലുണ്ട്. പക്ഷേ ഇവിടെ ബീഹാറിൽ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അവിടെ ഇത് നടപ്പാക്കാനായി അമിത്ഷായ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇന്ത്യ മുന്നണിയെ എങ്ങനെ ഛിന്ന ഭിന്നമാക്കാം, അതായത് ഒരു എതിരാളി ഇല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വോക്ക് ഓവർ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അൺപ്രസിഡന്റഡ് 9th ടേം, അതാണ് നിതീഷ് കുമാറിനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആവുക, അതുവഴി പ്രധാനമന്ത്രിയാവുക, അങ്ങനെയുള്ള വിശാല സ്വപ്നങ്ങളൊക്കെ കണ്ടാണ് ഈ മുന്നണിക്കായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 2025 വരെ, 2025-ലാണ് കൃത്യം സമയപരിധി പൂർത്തിയാകുന്നത്. അതുവരെ നിതീഷ് കുമാർ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം BJP-ക്ക് അങ്ങനെ തിടുക്കത്തിൽ ബീഹാറിൽ ഒരു അധികാരത്തിലെത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മാത്രമല്ല JDU BJP സഖ്യം ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അപ്പോഴേക്കും കാലാവസ്ഥ മാറും. ബീഹാറിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ്. വീണ്ടും ആ കാലാവസ്ഥ മാറും. കഴിഞ്ഞ 11 വർഷക്കാലം നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, കഴിഞ്ഞ 11 വർഷക്കാലം നിതീഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ മോഡൽ ക്ലോക്കിന്റെ പെൻഡുലം ഉണ്ടല്ലോ, ആ പെൻഡുലം പോലെ ഇങ്ങനെ ആടുകയാണ്. BJP-യുടെ അടുത്തേക്ക് ആടും, ഇപ്പുറത്ത് RJD-യുടെ അടുത്തേക്ക് ആടും, ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിതീഷ് കുമാറിനെ 2 കൂട്ടരും മാറി മാറി വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് 2 പാർട്ടികളും എടുത്തിട്ടുള്ളതെന്നും വ്യക്തമാണ്. ഇതിൽ എന്തുകൊണ്ടാണ് നിതീഷ് പിണങ്ങിയത്, എന്തുകൊണ്ടാണ് പിരിഞ്ഞത് എന്ന് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലാലു പ്രസാദ് യാദവിന്റെ മകളുടെ ട്വീറ്റാണ് കാരണമെന്നൊക്കെ
പറയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ റിഫ്റ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിതീഷ് കുമാർ ആഗ്രഹിച്ചത് എന്താണ്? ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ ഞാനാണ് മുന്നിൽ നിൽക്കേണ്ടത്. അത് തന്നെയായിരുന്നു നിതീഷ് കുമാറിന്റെ ആഗ്രഹം. അത് നടന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും നരേന്ദ്രമോദി വേഴ്സസ് നിതീഷ് കുമാർ ആ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ പോലും ഇന്ത്യ മുന്നണിക്കാർ എന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ നിൽക്കണം? ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അധികാര തുടർച്ചയാണ് അവിടെ നിൽക്കുന്നത്. NDAയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അധികാര തുടർച്ച, ഒപ്പം ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം, രണ്ടും കിട്ടും. രണ്ട് രീതിയിലുമുള്ള നേട്ടം അവിടെ നിതീഷ് കുമാർ കാണുന്നുണ്ട് എന്നതാണ് സത്യം. പിന്നെ ഈ പറയുന്ന ഫിഗേഴ്സ് മാച്ച് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് അമിത്ഷാ എന്നാണ് ഇതുവരെയുള്ള ഒരു പോൾ പെർഫോമൻസസ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടെ 4 അവിടെ ഇൻടാക്റ്റ് ആയി നിൽക്കും. അത് ഭിന്നിക്കാൻ പോകുന്നില്ല. പിന്നെ സ്വതന്ത്രയിൽ നിന്നൊരു 2 പേർ കൂടി ഇവിടേക്ക് വന്നാലും അത് സംഭവിച്ചു കൂടായികയില്ല. പിന്നെ 10 കോൺഗ്രസ് എന്ന് പറയുന്നത് അതൊരു ഷുവർ ബെറ്റായി നിൽക്കുന്നു. 7 പേരാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 7 JDU MLA മാർ നിതീഷ് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. BJPക്കൊപ്പം പോയാൽ ഞങ്ങൾ രാജിവെക്കുമെന്ന്. അപ്പോൾ ആ 7 ഫിക്സായി. അപ്പോൾ 7ന് മറുപടി 10 പുറത്ത് റെഡിയാണ്. ആ രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു പേര് കൂടിയുണ്ട് നിതീഷ് കുമാറിനെ വിളിക്കുന്നത് പാൽത്തൂറാം എന്നാണ്. എങ്ങനെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാവുന്ന നിതീഷ് കുമാർ പാൽത്തൂറാം. അതെ, അതിപ്പോൾ തേജസ്വി പറയുന്നുണ്ട് ഹൂ സെഡ് പാൽത്തു ചാച്ച എന്നൊക്കെയാണ് അവസാനം ഇപ്പോൾ തേജസ്വിയുടെ ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ പാൽത്തു ചാച്ച ഇസ് വിത്ത് അമിത് ഷാ. അതാണ് നിലവിലെ സാഹചര്യം. BJP പിടിക്കുന്നു, JDU BJPക്കൊപ്പം പോകുന്നു. അതൊരു തീരുമാനിച്ച ഒരു കാര്യം തന്നെ. അമിത്ഷാ Meet the editors.